എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഫ്ലഷ് ടോയ്സ്, സോഫ്റ്റ് ടോയ്സ് എന്നൊക്കെ പറയുന്നത്. കുഞ്ഞുകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ വീട്ടിലേക്ക് മാറിയ സമയത്ത് ഞാൻ എപ്പോഴും അമ്മയോട് ഇങ്ങനെ പറയായിരുന്നു എനിക്കിതിൽ സൂ ചെയ്യണം. അങ്ങനെ ഞാൻ ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചുമ്മാ കാണാനൊരു രസത്തിന്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് എങ്ങനെയും നോക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമല്ല, ഇത്രയും ജോയ്ഫുൾ ആയിട്ടുള്ള, ഫ്ലഫി ആയിട്ടുള്ള, ബബ്ലി ആയിട്ടുള്ള ഈ ടോയ്സിൻ്റെ മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും ഒക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മളിന്നുള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ടോയ് ഫോറസ്റ്റിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ ടോയ് ഫോറസ്റ്റിന്റെ ഫൗണ്ടർ സിന്ധു മാം നമ്മുടെ കൂടെ ഉണ്ട്. ഹലോ മാം. ഹായ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഇവിടുത്തെ വിശേഷങ്ങൾ ഈ കാണുന്നത് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഫൺ ആൻഡ് ജോയ്. യെസ്, അത് ഞാൻ പറയാൻ വന്ന കാര്യം അതാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ആരും ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും ഇരിക്കുന്നില്ല. ഇതിനകത്ത് കയറിയപ്പോൾ തൊട്ട് ഞാനും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോഴത്തേക്കില്ല ഈ പ്ലഷ് ടോയ്സ് ഒബ്വിയസ്ലി എല്ലാ ഏജിലുള്ളവർക്കും ഒരുപോലെ ഇങ്ങനെ സന്തോഷം കിട്ടുന്നല്ല, സന്തോഷം തോന്നുന്നൊരു സാധനമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടുത്തെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഒക്കെ കാണാം. ഷുവർ വെൽക്കം. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് യൂണിക്കോൺ പ്രൊഡക്ഷനിലുണ്ട്. ദെൻ ഇത് റാഗ് ഡോൾസ് ആണ്. ഇത് പല സൈസിലുണ്ട് ആൻഡ് പല കളേഴ്സിലെ ഡോൾസ്. ദെൻ വി ഹാവ് ഈ ഒരു ഗ്ലിറ്റർ സീരീസിൻ്റെ ഇതൊരു ഹസ്കി ഡോഗാണ്. ഈ 3 പ്രോഡക്ട്സ് ആണ് ഇപ്പം നമ്മുടെ ഇവിടെ റണ്ണിങ് ആയിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക് റോ മെറ്റീരിയൽ ആണ്. ഫാബ്രിക് പല കളേഴ്സ്, പല ടൈപ്സ് ഉണ്ട്. ആൻഡ് വി ഇമ്പോർട്ട് മെജോറിറ്റി ഓഫ് ദ ഫാബ്രിക്സ്. സോ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ്. ഇത് കഴിഞ്ഞ ഫാബ്രിക്സ് എല്ലാം എടുത്തിട്ട് നല്ല ക്വാളിറ്റി ഫാബ്രിക്സ് ആണല്ലേ? ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണെല്ലാം. സോ ദറ്റ് ആ പ്രോഡക്ട്സിന് ആ ഒരു പ്ലഷ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഇത് പല കളേഴ്സ് ആൻഡ് പല ടൈപ്പ് വി ഗെറ്റ് ഇറ്റ്. ദെൻ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കട്ടിംഗ് ആണ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ മിനിമം ഒരു 20-25 പാറ്റേൺസ് ഉണ്ടാവും. ദോ ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്, മോർ ദൻ ദാറ്റ് ഈവൻ ചെറിയ പീസസ് ആയിട്ട്. സോ ആ പാറ്റേൺസ് എല്ലാം നമ്മൾ വൺസ് ഡിസൈൻ ഇസ് ഫ്രോസൺ, നമ്മളതെല്ലാം സിസ്റ്റത്തിൽ വി ഡു ഇറ്റ് ഇൻ കോറൽ ആൻഡ് ദെൻ വി ട്രാൻസ്ഫർ ഇറ്റ് ടു കട്ടിംഗ് മെഷീൻ്റെ സോഫ്റ്റ്വെയറിലേക്ക്, ലേസർ കട്ടിംഗ് മെഷീൻ്റെ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് നമ്മൾ കട്ടിങ്ങിലേക്ക് കൊടുക്കും. നമ്മളൊരു പ്രോഡക്റ്റിന് മുന്നേ അതിൻ്റെ ഒരു കിറ്റ് ഉണ്ടാവും, അസംബ്ലി കിറ്റ്. അപ്പോൾ അതിനനുസരിച്ച് അവർ ഓരോ പാറ്റേണും കട്ട് ചെയ്ത് കിറ്റാക്കും. ആ ഒരു 20-25 പാറ്റേൺസ് എത്ര, ഒരു 500 പീസസ് ആണോ 1000 പീസസ് ആണോ, അതിൻ്റെ എല്ലാം കിറ്റാക്കിയിട്ട് ദിൽ ട്രാൻസ്ഫർ ഇട്ട് സൂയിങ്. ഇതാണ് കട്ടിംഗ് പ്രോസസ്സ്. ഇത് ലേസർ കട്ടിംഗ് മെഷീനാണ്. ഇതിപ്പോ നമ്മൾ കണ്ട ഹസ്കി ഇല്ലേ, ഹസ്കിയുടെ ഒരു ബാക്ക് ഹെഡ് ആണ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റ് എ ടൈം എത്ര പീസസിനുള്ള കട്ടിംഗ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും? ഒരു കിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 500 or 1000 പീസസിന്റെ കിറ്റ് ആയിരിക്കും. ഹസ്കി വിൽ റൺ അറൌണ്ട് 500 പീസസ് ഓർ 1000 പീസസ് ഓർ ഈവൻ മോർ, 1500 ഒക്കെ ഓടും. അപ്പോൾ അതിൻ്റെ എല്ലാം വി പ്രിപ്പയർ ദ കിറ്റ്. എല്ലാ പീസസും ആയി കഴിയുമ്പോഴാണ് നമ്മളത് അങ്ങോട്ട് പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുന്നത്. ഒരു 1 to 1.5 days ഒരു 1500 കിറ്റ് റെഡിയാക്കാൻ എടുക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പ്രോഡക്റ്റ് ആൻഡ് പാറ്റേൺ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ സോർട്ട് ചെയ്യും. യു മേക്ക് ഇറ്റ് സോ ദേ വിൽ സോർട്ട് ഓൾ ദീസ് പീസസ്. ഇങ്ങനെ ആക്കിയിട്ട് ഇത് നമ്മൾ കിറ്റാക്കും. ഇത് ബാക്ക് ഹെഡാണ്, അതിൻ്റെ ഫ്രണ്ട് 2 സൈഡും ഉണ്ടാവും, ഫേസ് കട്ടം എല്ലാം ഉണ്ടാവും. സോ ദറ്റ് ഇതിപ്പോ എല്ലാം ബാക്ക് ഹെഡ് ആണ് അല്ലേ? ഇതെല്ലാം ബാക്ക് ഹെഡാണ്. ഇങ്ങനെ നേരത്തെ കണ്ട ഹസ്കി ഡോഗിന്റെ ബാക്ക് ഹെഡ് ആണ്. അങ്ങനെ എല്ലാ പാർട്സും, ഫ്രണ്ട് ഹെഡും നോസും എല്ലാം എടുത്തിട്ട് അതിനെ കിറ്റ് ആക്കിയിട്ടാണ് സ്വിങ്ങിലേക്ക് വിടുന്നത്. എത്രയാണോ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി അതിൻ്റെ ഫുൾ കട്ടിങ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അത് ഓരോ സ്റ്റേജസിലും, ഇത് ഹസ്കിയുടെ പ്രൊഡക്ഷൻ ലൈനാണ്. അപ്പോൾ അത് ഓരോ സ്റ്റേജസിലും ദേ ഡു
പീസ് ഓരോരോ സ്റ്റേജ് കഴിഞ്ഞിട്ട് ദെൻ വിൽ ഗെറ്റ് എ ഫിനിഷ് പ്രോഡക്റ്റ് ഹിയർ. അതിൻ്റെ എല്ലാ കമ്പോണൻസും ഇവിടേക്ക് വരും. ഇപ്പോൾ ഇയേഴ്സ് ആണല്ലേ? ഇതതിൻ്റെ ചെവിയാണ്. ഓരോരുത്തരും ഓരോ പോർഷൻ ദെൻ ഒരു ഫൈനൽ ഒരു അസംബ്ലി ഉണ്ടാവും. അതെല്ലാം ഇതേ സ്റ്റേജസിലാണ്. സബ് അസംബ്ലി, പിന്നെ ദെൻ വി ഹാവ് ദ ഫൈനൽ പ്രോഡക്റ്റ് കമ്മിങ് ഔട്ട്. ഇതിപ്പോൾ അതിൻ്റെ വേറെ കാല് തയ്ക്കുകയാണ്, അവിടെ വേറൊരു പാട്ട് തയ്ക്കുകയാണ്. അങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞാൽ ദെൻ വി ഡു ദ അസംബ്ലി. ഒരു ഫൈനൽ അസംബ്ലി ഉണ്ടാവും. നമ്മൾ ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇവരിവിടെ ഫിനിഷിംഗ് സ്റ്റേജ് ആണ്. സോ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഫിനിഷ് ചെയ്ത് വരുന്നത്. ഇത് നമ്മൾ സ്കിൻ എന്ന് പറയും, സ്കിൻ ഓഫ് ദ പ്രോഡക്റ്റ്. അതെ, എല്ലാ പാർട്സും അസംബിൾ ചെയ്ത് നമുക്കൊരു ഫിനിഷ് പ്രോഡക്റ്റ് കിട്ടുകയാണ്, സെമി ഫിനിഷ് പ്രോഡക്റ്റ്. ഇയേഴ്സ് ഇതിനുള്ളിലുണ്ട്, എല്ലാം ഉണ്ട്. ലിംസ് ഉണ്ട്. ഓക്കെ, ഒരു ഹാൻഡ് ഇതിനകത്ത്, കാല് ഇത് രണ്ടെണ്ണം. ഇനി ഇത് റിവേഴ്സ് ചെയ്യും. ഇതിനെ റിവേഴ്സ് ചെയ്തെടുക്കും. എല്ലാരും സ്യൂ ചെയ്യുന്നവരാണ്, മാറി മാറി അങ്ങനെ വർക്ക് ചെയ്യോ? ഇവിടെ നമ്മൾ മെയിൻലി മെഷീൻ സൂയിങ്. ഇവിടെ നമ്മൾ ഫിനിഷിംഗ് പ്രോസസ്സ് ഇവിടെ കൈകൊണ്ട് തയ്ക്കേണ്ടതും ഉണ്ട്. നമ്മൾ ഫിനിഷ് ചെയ്ത് വരുന്നതിൽ കൈകൊണ്ട് തയ്ച്ച ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ക്രോസ് ട്രെയിനിങ് ഉണ്ട് എല്ലാവർക്കും, മിക്കവർക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പം ഇവിടെ നമ്മൾ ഈ റിവേഴ്സ് ചെയ്തു, പ്രോഡക്റ്റ് ഇതാണ്. ഇനി ഇതിനകത്ത് കുറച്ച് ആക്സസറീസ് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ കണ്ണും അതിൻ്റെ മൂക്കും നമ്മൾ ഫിറ്റ് ചെയ്യും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഡക്റ്റ് ഏതാണോ. ഇതിനിപ്പോൾ വെക്കുന്ന ഗ്ലിറ്റർ ഐസ് ആണ്, ആൻഡ് ഇറ്റ്സ് ഗോട്ട് എ മൂക്കും ഉണ്ടാവും. എൻ്റെ പേര് വിജി. ഞാനിവിടെ 1 വർഷം കഴിഞ്ഞു ജോലിക്ക് വന്ന് തുടങ്ങിയിട്ട്. ഞാൻ വെറുതെ വീട്ടിലിരുന്ന ഒരു വീട്ടമ്മയാണ്. അന്നേരം നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വന്നു. ഇവിടെ വന്ന് ജോലിക്ക് കയറി ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. നല്ല സന്തോഷമായിട്ട് എല്ലാവരും കൂടി പോണേ. പിന്നെ നമ്മുടെ മേഡം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സഹോദരി എന്നാണ് വിളിക്കുന്നത്. എല്ലാവരോടും ഭയങ്കര കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ സാറാണെങ്കിലും നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും എല്ലാം പറഞ്ഞു തരും. മേഡം അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇനി നമ്മൾ ഇത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്ത് കണ്ണും മൂക്കും പിടിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫില്ലിങ്ങിൽ പോകണു. ഫില്ലിങ്ങിൽ ചെന്ന് കഴിഞ്ഞ് ഇത് ഫില്ല് ചെയ്ത് വരുന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് നമ്മൾ ഇവിടെ ഹാൻഡ് സൂയിങ് ചെയ്യും. അത് നമ്മൾ കൈത്തുന്നലാണ് തുന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാഗടിക്കുന്നു, സീൽ ചെയ്യുന്നു, കവറിലാക്കി സീൽ ചെയ്ത് പോവാണ്. സ്കാൻ ചെയ്ത് പിന്നെ ചാക്കിൽ കുത്തി നിറച്ച് വിടും. നമ്മളിതാ ഇനി ഇതിൽ കണ്ണും മൂക്കും ഒക്കെ വെക്കാൻ പോവാണ്. ഒരെണ്ണം ചേച്ചിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലിറ്ററി ആയിട്ടുള്ള ഐസാണ് ഈ ഹസ്കിക്ക് കൊടുക്കുന്നത്. ചേച്ചി ചെയ്യുന്നുണ്ടോ? ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജാണ് ഇത്. ഇതിൽ തന്നെ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇനി ഫില്ലിംഗ്, നെക്സ്റ്റ് സ്റ്റേജ് ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് ആണ്. ഇത് നമ്മുടെ ഫില്ലിംഗ് സെക്ഷനാണ്. ഇവിടെ വരുന്ന ഒരു റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബറാണ്. സോ ഈ ഫൈബർ നമുക്ക് ബെയിൽസിലാണ് വരുന്നത്. വിച്ച് മീൻസ് ഇറ്റ് ഇസ് കംപ്രസ്ഡ് ആൻഡ് പാക്ഡ്. അതിനെ നമുക്കൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യണം. സോ അതിനുള്ള മെഷീനാണ് ഇത്. അതായത് ഈ ഫൈബർ ഇതിങ്ങനെ കംപ്രസ്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഈ ക്ലൗഡ് പോലത്തെ ഒരു ഇതിലാക്കി എടുക്കും. എന്നിട്ടാണ് ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അതെ, ഇതിപ്പം ഇവിടെ കാണാൻ പറ്റും. അങ്ങനെയാണ് ഫൈബർ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ഇതിലേക്കൂടെ
അതിൻ്റെ സഗ്ഡിൻ ഈ ഫില്ലിംഗ് മെഷീനിലേക്ക് പോവാണ് ഈ ഒരു ട്യൂബിൽ കൂടെയാണ് വിടുന്നത്. ഇത് ഓപ്പൺ നോക്കാൻ വേണ്ടിയാണോ? അത് മെയിൻ്റനൻസിന് വേണ്ടി മാത്രം. ബിക്കോസ് ഇത് റോളേഴ്സ് ഉണ്ട്, പിന്നെ കാർഡിങ് റോളേഴ്സ് ഉണ്ട്, സ്പൈക്സ് ഉള്ള റോളേഴ്സ് ഉണ്ട്. അപ്പം അതായത് ആ പോകുന്ന ഫൈബർ സ്പ്ലിറ്റ് ആയിട്ട് വരാനായിട്ട്. അപ്പം അങ്ങനെ 2 കാർഡിങ് റോളേഴ്സ് ഉണ്ട്. സോ ഇത് നമ്മൾ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഫോർ സേഫ്റ്റി പർപ്പസ് വി കീപ് ഇറ്റ് ക്ലോസ്. ഇതിനകത്ത് ഈ മെഷീനും ഈ പറഞ്ഞതുപോലെ നമ്മൾ സപ്ലയറിൻ്റെ അടുത്ത് പോയി സ്പെക്കൊക്കെ പറഞ്ഞു കൊടുത്ത് കോയമ്പത്തൂരിൽ നിന്ന് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന മെഷീനാണ്. ഐ നോ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ മെഷീൻ. മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്യണേ. അങ്ങനെ ഒരു സമയത്ത് ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 2022-21 മറന്നു ഞാൻ. ഇതേപോലെ എന്നോട് പറഞ്ഞിങ്ങനെ മെഷീനിലൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്, ഫൈബർ കട്ട പിടിച്ചാൽ വരുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഐ നോ വേർ ദ പ്രോബ്ലം ഇസ്. പ്രോബ്ലം ഇവിടെ ഫില്ലാകുന്നതാണ് ഐ നോ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ സമയത്ത് ഐ വാസ് എ ബിറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഞാനൊരു കോളിലായിരുന്നു, ലെഫ്റ്റ് ഹാൻഡിൽ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അപ്പുറേ നിന്ന് ഈ മെഷീൻ ഞാൻ ഓഫ് ചെയ്തിട്ട് ഞാൻ ഈ സേഫ്റ്റി ലാച്ച് ഓപ്പൺ അപ്പ് ചെയ്ത് ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡ് ഇട്ടു. പക്ഷേ ഇതൊരു ഹൈ സ്പീഡ് റോളറാണ് ഇതിനുള്ളിലുള്ളത്. ആൻഡ് ഇറ്റ്സ് ഗോട്ട് സ്പൈക്സ് ഓൺ ഇറ്റ്, മുള്ളുകളുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ കൈ ഉള്ളിലേക്ക് പോയി, എൻ്റെ 5 വിരലും അരഞ്ഞു പോയി. ഈ കൈയുടെ ഈ 2-3 ഒടിഞ്ഞ് അങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ടുക്ക് ക്വൈറ്റ് എ ഫ്യൂ മന്ത്സ് ഫോർ മീ ടു റീഹാബിലിറ്റേറ്റ് മൈസെൽഫ്. ആൻഡ് ഇത് എൻ്റെ ഞാൻ ആ സമയത്ത് ഞാൻ IIM കോഴിക്കോടിൽ എക്സിക്യൂട്ടീവ് MBA കഴിഞ്ഞതാണ്. അപ്പം നമുക്കൊരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ഈ ബയോണിക് ആം ഇസ് ഡൊണേറ്റഡ് ബൈ മൈ ഫ്രണ്ട്സ്. സോ ഐ ഓൾവേസ് ടെൽ ഒരു അലൂമിനായി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ദേ പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അവരുടെ ഒരു സ്ട്രെങ്ത് ആണ് എൻ്റെ ഈ കൈ. ഇത് ബയോണിക്കാണ്, ഇതിപ്പോൾ ബാറ്ററി ഇല്ല. ഐ കൻ ഡു എവറിത്തിങ് വിത്ത് ദിസ് ഹാൻഡ്. But then yeah. So that's got a history. അതുകൊണ്ട് ഈ ഒരു സംഭവം നമ്മളെപ്പോൾ സേഫ്റ്റി ഓവർറൈഡ് ചെയ്താലും നമ്മൾ വിചാരിക്കും ഇറ്റ്സ് സംതിങ് സില്ലി എന്ന് വിചാരിക്കും. ബട്ട് ദ മൊമെൻറ്റ് യു ഓവർറൈഡ് സേഫ്റ്റി അറ്റ് എനി പ്ലേസ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ആൻഡ് ആദ്യത്തെ എൻ്റെ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ബിക്കോസ് ഞാൻ പലയിടത്തും വർക്ക് ചെയ്യുമ്പോഴും എല്ലായിടത്തും സേഫ്റ്റി ഈസ് ദ പ്രയോറിറ്റി. അങ്ങനെ നമ്മൾ പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ തന്നെയാണ് അവിടെ വയലേറ്റ് ചെയ്തത്. സോ റാദർ ദാൻ ദ ലോസ് ഐ യൂസ് ടു ഫീൽ സോ ashamed of myself. ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്ന്. And I'm lucky. I mean, I am always thankful that it happened to me. And വേറെ ആർക്കും അല്ല സംഭവിച്ചത്, അത് എനിക്കാണ് സംഭവിച്ചതെന്ന് ഞാൻ എപ്പോഴും താങ്ക്സ് പറയും. അപ്പോൾ ഇത് കംസ് ഇൻ ഈ ഫില്ലിംഗ് മെഷീനിലാണ് വരുന്നത്. ഇറ്റ്സ് ന്യൂമാറ്റിക് ഓപ്പറേറ്റഡ്. അപ്പോൾ അത് വെച്ചിട്ട് വിൽ ഫിൽ ദ പാർട്സ്. ദാറ്റ്സ് ഹൗ ദേ ഡു ഇറ്റ്. ഇത് ഫില്ല് ചെയ്തിട്ടുള്ളൊരു യൂണിക്കോൺ ആണ്. ഇത് കണ്ടത് ഇതുവഴിയാണ് ഫില്ല് ചെയ്തത്. അപ്പം ഇത് ഫിനിഷ് ചെയ്ത് എടുക്കണം. നമ്മുടെ ഹസ്കി
നമ്മൾ ചെയ്തു വന്നു നമ്മുടെ ഹസ്കി. ഇനി ഇതിന്റെ ബാക്കി ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അതിന് ഫില്ലിംഗ് എല്ലാം ഒന്ന് ക്ലിയർ ആക്കുക. ഇതുവരെ ഫില്ല് ചെയ്തത്. അതെ. ഇനി ഇത് ക്ലോസ് ചെയ്തെടുക്കണം. അത് ഈ threads ആൻഡ് ദെൻ അതിന്റെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഭംഗിയാക്കി അതെല്ലാം ഫിനിഷിംഗ് സ്റ്റേജിലാണ് അവരത് കൊണ്ടുവരുന്നത്. ഇത് നമ്മുടെ ഒരു ഫിൽഡ് പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് കാണിക്കാം. ഇതിനെ ഇനി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അതിൻ്റെ ഈ ഓപ്പണിംഗ് ഗ്യാപ്പ് ഓപ്പണിംഗ് ഒന്ന് ക്ലോസ് ചെയ്യണം. സോ നമ്മുടെ ഫിനിഷിംഗ് സ്റ്റേജാണ് ഇവിടെ. ഇതിപ്പോൾ എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഉണ്ട്. സോ ഇതൊന്ന് തന്നെ ഒരു ഹസ്കി ഒളിച്ചിട്ടുണ്ട്. അതെ ഫില്ല് ചെയ്തിട്ട് ഫിനിഷിങ് അതിൽ കുറച്ച് റെനോവേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ ഫില്ല് ചെയ്താലും കുറച്ച് നമ്മൾ ഹാൻഡ് വർക്ക് ഉണ്ട് അതിൽ ഇൻ ടേംസ് ഓഫ് ഒന്ന് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ. അതിൻ്റെ ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഫൈനൽ ഇവരുടെ കയ്യിലാണ് വരുന്നത് സംഭവം. പിന്നെ എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. ഡോൾ ഉണ്ട്, യൂണിക്കോൺ. നമ്മൾ യൂണിക്കോണിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ ഫില്ല് ചെയ്തപ്പം അതും ക്ലോസ് ചെയ്തതായിട്ട് യു കെൻ സീ ഇറ്റ്സ് ക്ലോസ്ഡ്. ഇത് നമ്മൾ മുമ്പേ ഫില്ല് ചെയ്ത ഹസ്കിയ. ഇവിടെ ഹാൻഡ് സൂയിങ് കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്തെടുത്ത നമ്മുടെ ഹസ്കി. കുറച്ചുകൂടെ ടൈറ്റായി നേരത്തെ. അവർ അത് ഫിനിഷിങ്ങിൽ അത് കൊണ്ടുവരും. ബാക്കി എൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതിനൊരു ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇവിടെ ബാക്കി വിഷ്വൽ ഇൻസ്പെക്ഷൻ നമ്മൾ ചെയ്യും. ഇതാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ്. ദെൻ നമ്മൾ എയർ ക്ലീനിങ് ഉണ്ട്, പാക്കിംഗ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ഇത്. നമ്മുടെ വേറൊരു പ്രൊഡക്ഷൻ ലൈനാണ്. ഇവിടെ റാഗ് ഡോൾസ് ഉണ്ട്, യൂണിക്കോൺ. നമ്മൾ മുമ്പേ കണ്ട യൂണിക്കോൺ എല്ലാം ഇവിടെയാണ് അസംബ്ലി. പിന്നെ ഡോൾ കാണിച്ചില്ലേ, ഡോൾസ് ആർ ഗെറ്റിംഗ് അസംബ്ലി. ഇവിടെ ഇപ്പോൾ ഫൈനൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ സ്കിന്നാവും, സ്കിന്നിനെ റിവേഴ്സ് ചെയ്യും, ഫില്ലിംഗ്, ഫിനിഷിംഗ്, ദാറ്റ് പ്രോസസ് കണ്ടിന്യൂ. ഇതിങ്ങനെ അതിൻ്റെ സ്കിൻ വരുന്നത്. ഇതിനൊരു റിവേഴ്സിംഗ് പ്രോസസ്സ് ഉണ്ട്. ഡ്രസ്സും ബോഡി തൊപ്പിയുണ്ട്, ക്യാപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ റാഗ്ഡോളിൻ്റെ ഹെഡ് ഇതാണ്. ഇതിനുള്ളിൽ ഒരു ക്യാപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം നസീമ ചേച്ചി ഇരുന്ന് ഇത് ബോഡിയും ഹെഡും കൂടെ ജോയിൻ ചെയ്യാം അല്ലേ? ഈ പ്രോഡക്റ്റിലോട്ടാക്കാനുള്ള പരിപാടിയാണ് ചേച്ചി ചെയ്തത്. ഇത് കുസുമം നമ്മുടെ ഒരു സൂപ്പർവൈസറാണ്. നമ്മുടെ ആബ്സെൻസിലെല്ലാം കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഇത് മിസ്റ്റർ ശ്രീനിവാസനാണ്, നമ്മുടെ ഇവിടുത്തെ മാനേജറും ഓൾ ഇൻ ഓളും ആണ്. എൻ്റെ ആബ്സെൻസിൽ സാറാണ് എല്ലാം നോക്കുന്നത്. ഇവിടെ ദോ ഇറ്റ് ഈസ് ഐ ടോൾഡ് യു ഇറ്റ് ഈസ് ഓൺലി വിമൻ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ആണെങ്കിലും
സാറ് ഞങ്ങളുടെ ഒരു വലിയൊരു തൂണ് തന്നെയാണ്. അമരക്കാരൻ. ഈ കപ്പലിന്റെ കപ്പിത്താൻ എന്ന് പറയുന്നത് മാഡം തന്നെയാണ്. മാഡത്തിന്റെ ഒരു സൈഡ് സഹായിക്കുക എന്നുള്ളത് മാത്രമേ എൻ്റെ ഫംഗ്ഷനുള്ളൂ. അപ്പോൾ ഈ സ്ഥാപനം ഇനിയും വലുതാവണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. ശരിക്കും വലുതാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇത് വേറൊരു റാഗ് ഡോൾ ആണ്. ബ്ലൂ ക്യാപ്പ് റാഗ് ഡോൾസ് പലതരം പല കളറിലുണ്ട്. സോ ഇറ്റ് ഗിവ്സ് എ റേ ഓഫ് ഹോപ്പ്. കിഡ്സ് ആർ ബാക്ക് ടു പ്ലേയിങ് വിത്ത് ടോയ്സ് എന്ന് നമുക്ക് തോന്നുന്നു. എനിക്ക് ഇപ്പൊ പ്ലഷ് ടോയ്സിന് പിന്നെയും ഒരു ഡിമാൻഡ് അപേക്ഷിച്ച് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് കുറച്ച് വലുതായതിനു ശേഷമാണ് ഈ മഞ്ചാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിലെ സ്ഥിരം ഐറ്റം ആണ്. ആണോ? അത് ശരി. അതിനുശേഷമാണ് ഈ ഒരു ടൈപ്പ് ഡോൾസ് വഴിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുനിന്നുള്ളവർ ഇത് കൊണ്ടുവന്ന് ഇത് ക്ലിപ്പ് ചെയ്ത് പല കളേഴ്സ്. പിന്നെ ഇത് കാണുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെയും ഇത് നൗ ഇറ്റ് ഈസ് ക്വൈറ്റ് പോപ്പുലർ. അപ്പോൾ പിള്ളേർ അതുകൊണ്ട് കളിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. റാദർ ദാൻ ഓൾവേസ് ഈ മൊബൈൽ മാത്രമല്ല, ഇതും അവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. ഇതാണ് നമ്മൾ പാറ്റേൺസിൽ എംബ്രോയിഡറി ചെയ്ത് വരുന്നത്. നമ്മളിത് കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് എംബ്രോയിഡറി ചെയ്തിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വരുന്നത്. ദെൻ അസംബ്ലി സ്റ്റാർട്ട്സ്. യൂണിക്കോണിന്റെ ബോഡിയിലേക്കുള്ള പോർഷൻ. അപ്പോൾ അത് അതിൻ്റെ പല സ്റ്റേജസ് ആണ്. ഇവിടെ അതിൻ്റെ ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുക. സോ നമുക്ക് സ്കിൻ ഇങ്ങനെ കിട്ടും. ഇതാണ് അതിൻ്റെ സ്കിൻ. പിന്നെ ബി റിവേഴ്സ്ഡ് ആസ് സച്ച് ആൻഡ് ദെൻ ഫില്ലിങ്. ഇതിൽ പിന്നെ ആക്സസറീസ് ഒന്നും ഫിറ്റ് ചെയ്യണ്ട, കണ്ണെല്ലാം ഇല്ല. ഇറ്റ്സ് എംബ്രോയിഡറി. അപ്പോൾ ദെൻ ഫില്ലിംഗ് ഉള്ള കഴിഞ്ഞിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. ഇതിവിടെ പാക്കിംഗ് ആണ്. അപ്പം നമ്മൾ ആദ്യം എയർ അടിച്ച് ക്ലീൻ ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് എവറി പ്രോഡക്റ്റ് ഇസ് ഇൻഡിവിജ്വലി ക്ലീൻ. ഇതിന് എന്തെങ്കിലും പൊടിയോ നൂലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എയർ അടിക്കുന്ന അടുത്തത് നമ്മൾ ബാഗിൽ സീൽ ചെയ്ത് വെക്കുന്നു. നമ്മൾ ടോയ്സിന് നല്ല സ്ട്രിഞ്ചൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. നമ്മളിതിപ്പോൾ ഇന്ത്യയിൽ വിൽക്കണമെങ്കിൽ നമുക്ക് BIS സർട്ടിഫിക്കേഷൻ ഉണ്ടാവണം. ആൻഡ് ഈവൻ പോളിബാഗ്സിന് സ്പെക്ക് ഉണ്ട്, ഇത്ര മൈക്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എവറിത്തിങ് ഹസ് ഗോട്ട് ഭയങ്കര സ്ട്രിഞ്ചൻ ക്വാളിറ്റി റിക്വയർമെൻറ്റ്സ് ആണ് ടോയ്സിന്. ടോയ്സ് ഭയങ്കര സീരിയസ് ബിസിനസ് ആണ് ബിക്കോസ് കുട്ടികളാണ്. ആൻഡ് ഈച്ച് പ്രോഡക്റ്റ് ഇസ് ടെസ്റ്റഡ് ടു മീറ്റ് സ്റ്റാൻഡേർഡ്സ്. അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ചെയ്യുവാണെങ്കിൽ അതും വി ഹാവ് ടു ഗെറ്റ് ഇറ്റ് ടെസ്റ്റഡ് ബൈ BIS ലബോറട്ടറി. അപ്രൂവ്ഡ് ലബോറട്ടറി ചെയ്തിട്ടാണ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാം. വെരി സ്ട്രിഞ്ചൻ, അല്ലാതെ നമുക്ക് വിൽക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് പുതിയ നോംസ് ആണ്. പുതിയതല്ല, ഇപ്പോൾ ഭയങ്കര സ്ട്രിഞ്ചൻ. കുറച്ചുകൂടി സ്റ്റിച്ചിങ് സ്യൂയിങ് ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ വേണമെന്നുള്ള കാര്യം മിക്കവാറും ആർക്കും അറിയില്ല. ബിക്കോസ് ഫാബ്രിക് ഉണ്ട്, ഇതുണ്ട്, അതിനകത്ത് ഡൈസ് ഉണ്ട്, അതെല്ലാം ഇറ്റ് ഷുഡ് മീറ്റ് ദ ക്രൈറ്റീരിയ. ഫൈബർ ഉണ്ട്, കളേഴ്സ്, ഡൈസ് എല്ലാം. ഇത് പാക്ക് ചെയ്തിട്ട് ദെൻ നമ്മൾ ഹീറ്റ് സീൽ ചെയ്യും. ഇതിപ്പോ എങ്ങോട്ടൊക്കെയാണ് നമ്മൾ അയക്കുന്നത്? എവിടെയൊക്കെയാണ്? നമ്മളിതിപ്പോ ഓൾ ഓവർ ഇന്ത്യ ഉണ്ട്. ഇന്ത്യയിൽ ഓൾ ഓവർ. ആൻഡ് ദെൻ വെരി സൂൺ വി ആർ സ്റ്റാർട്ടിങ് ടു മിഡിൽ ഈസ്റ്റ് ഓൾസോ. ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ ഇതിനൊരു എന്താണ് മോട്ടിവേഷൻ എന്തായിരുന്നു? മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുണ്ട്. ബട്ട് അറ്റ് ദാറ്റ് വെരി യങ് ഏജ് അതിനുള്ള കറേജോ അതിനുള്ള റിസോഴ്സസ് ഒന്നും ഇല്ല. ദെൻ ലൈഫ് വെൻറ്റ് ഓൺ ആസ് നോർമൽ തന്നെ ജോലി ചെയ്യുക. അങ്ങനെ പോയി ഒരു 10-22 കൊല്ലം എടുത്തു അതൊന്ന് റിയലൈസ് ചെയ്ത് ഈ ഒരു കോലത്തിലെത്താൻ, ഐ മീൻ ഈ ഒരു സ്റ്റേറ്റിലെത്താൻ. ഈ ഫീൽഡ്, ഈ ഒരു മേഖല ടോയ് മേക്കിംഗ് എന്നുള്ളൊരു മേഖല ടോയ് ഫോറസ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്? മാനുഫാക്ചറിങ് എപ്പോഴും ഒരു ഇഷ്ടമുള്ളൊരു, ഇറ്റ് ഈസ് വെരി ഐ എം വെരി പാഷനറ്റ് അബൌട്ട് മാനുഫാക്ചറിങ്. ഓപ്പറേഷൻസ് എല്ലാം, ഓപ്പറേഷൻസിൻ്റെ ഐ മീൻ ഇൻബൗണ്ട് തൊട്ട് ഔട്ട് ബൗണ്ട് വരെ എല്ലാം. അങ്ങനെ എനിക്കൊരു ഓഫർ കിട്ടി ഒരു സിമിലർ കമ്പനിയിൽ ജോലി ചെയ്യാൻ. ബട്ട് ഇറ്റ് സോ ഹാപ്പൻ ദറ്റ് 5 months കഴിഞ്ഞപ്പോൾ they told your services are no more required.
ഐ സ്റ്റിൽ ഡോണ്ട് നോ വാട്ട് ദ റീസൺ ഇസ്. പക്ഷേ അപ്പോൾ ദെൻ ഐ തോട്ട് വൈ നോട്ട് സ്റ്റാർട്ട്, അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങിയപ്പോൾ വീണ്ടും ഒരാശയം വന്നത് വൈ നോട്ട് ഓൺലി ലേഡീസ്, ബിക്കോസ് അവരുടെ ഒരു 8 മണിക്കൂർ ഇറ്റ്സ് എ പ്ലേസ് വെയർ ദേ ക്യാൻ ഫീൽ ഹാപ്പി ആൻഡ് അറ്റ് ഹോം ആൻഡ് മേക്ക് ജോയ്ഫുൾ തിങ്സ്. അങ്ങനെ തുടങ്ങിയതാണിത്. സോ ഐ ഓൾവേസ് ടെൽ വെൻ നമ്മൾ എന്ത് ഡ്രീം ചെയ്താലും ഇഫ് യു വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ്, ഇറ്റ് വിൽ കം ട്രൂ. The time frame different ആയിരിക്കാം, but if you're very passionate about something. I dreamt about this in 1997 and it took all these two decades for it to be fruitful. So whatever happens, it happens for the good. യെസ്, അപ്പോൾ അത്രയും മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയും കൂടെ ഈ ഒരു ടോയ് ഫോറസ്റ്റിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴേ പറഞ്ഞിരുന്നു, നമുക്ക് ഇവിടെ കയറിയപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടിരിക്കുകയാണ്. കാര്യം ഇവിടെ എല്ലാവരും അത്രയും ഹാപ്പി ആയിട്ട് ആദ്യമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു ഷൂട്ടിന് ടയേർഡ് ആവാതെ ഒരിടത്ത് ഇരിക്കാതെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടന്ന് ഫുൾ കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് മെയിൻ കാര്യം. ഇതാണ് ഇവരുടെ ഈ ഒരു ഹാപ്പിനെസ്സും പിന്നെ ഈ ഒരു ഫൺ ആൻഡ് ഹാപ്പി ഫിൽഡ് ജോയ് ഫിൽഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എന്താണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഹാപ്പിനെസ് ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് ഇതാ ഈ പ്രോഡക്റ്റ്സ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലഫി ആയിട്ടുള്ള ബബ്ലി ആയിട്ടുള്ള ടോയ്സ് ഉണ്ടാക്കുന്നത്.